വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെതിരെ തിരുവനന്തപുരം മുട്ടള വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേരൊഴിവാക്കിയത് അനീതിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നാണ് കോടതി. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് അല്പസമയം മുമ്പാണ് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയും KSUവിൻ്റെ നേതാവുമാണ് വൈഷ്ണവ് സുരേഷ്. ഈ വൈഷ്ണവ് സുരേഷിൻ്റെ സ്ഥാനാർത്ഥി വോട്ടർ പട്ടികയിലെ ഒരു തിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊരു പ്രശ്നമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തള്ളുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒഴിവാക്കിയതിൽ വിമർശനവുമായാണ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി വലിയ രീതിയിലൊരു വിമർശനമാണ് ഉന്നയിച്ചത്. വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് അനീതിയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേസിൽ കോടതി ഇടക്കാല ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട്. വൈഷ്ണയെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഹിയറിംഗ് നടത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഇത്തരത്തിൽ വീണ്ടും ഹിയറിംഗ് നടത്തണമെന്ന ആവശ്യം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് മത്സരിക്കാൻ അവസരം നിഷേധിക്കരുത്. 24 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് മത്സരിക്കുന്നത്. അവർക്ക് മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ബുധനാഴ്ച മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കണമെന്നാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ്ടും ഹിയറിംഗ് നടത്താനുള്ള ഉത്തരവ് ബുധനാഴ്ചക്കകം ഇറക്കണമെന്ന് തന്നെയാണ് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ കേസ് പരിഗണിച്ചത്. അദ്ദേഹമാണ് ഈ സംഭവത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ മുമ്പാകെ നാളെ ഹാജരാവാൻ പരാതിക്കാരന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പരാതിക്കാരൻ. അദ്ദേഹത്തോട് ഈ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ നാളെ ഹാജരാവാനും പറഞ്ഞിട്ടുണ്ട്. കേസിൽ കക്ഷി ചേർക്കണമെന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട്. കോർപ്പറേഷൻ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടർ പട്ടികയിലെ പേര് വെട്ടിയതിനെ തുടർന്നാണ് മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് സുരേഷിന് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് രാവിലെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പേര് വെട്ടിയതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും ഏകപക്ഷീയമായി പേര് നീക്കം ചെയ്തതാണെന്നുമാണ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈഷ്ണവ് ഹർജി നൽകിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയിലാണ് വൈഷ്ണയുടെ പേര് വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഏതായാലും വൈഷ്ണവക്ക് ആശ്വാസമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.